ദൈവത്തിന് സ്തോത്രം. പ്രഭാതം എന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പുതിയ മാസത്തിന്റെ ആരംഭ പ്രഭാതത്തിലും ദൈവശബ്ദം കേട്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 8-ാം വാക്യം വായിക്കുന്നു. യെശയ്യാവ് 64:8. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണ്, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവചനവാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ വാക്യത്തിനകത്ത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം നമുക്ക് കാണുവാനായി കഴിയും. തിരുവചനം എഴുതിയിരിക്കുന്നു, ദൈവം നമ്മുടെ പിതാവാണ്. ഒരു വാക്യത്തിനകത്തല്ല, അനേകം വാക്യങ്ങൾക്കകത്ത് എങ്ങോ ഇരിക്കുന്നൊരു ദൈവത്തെ അല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ക്രൂരനും രക്തദാഹിയുമായൊരു ദൈവത്തെയല്ല ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മളോട് കരുണ കാണിക്കുന്ന, ദയ കാണിക്കുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, നീ ഞങ്ങളുടെ പിതാവാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ഇളയ മകന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അവൻ അപ്പൻ ഉണ്ടാക്കിയത് മുഴുവനും നശിപ്പിച്ചു എങ്കിലും അപ്പനിൽ നിന്ന് ഒരു വലിയ പീരീഡ് അകന്നു മാറി കൂട്ടുകാരുമൊത്ത് സകലവും ഇല്ലാതാക്കിയെങ്കിലും മടങ്ങി വരുന്നതിന് മനസ്സ് കാണിച്ചപ്പോൾ ഇരു കരങ്ങളും നീട്ടി തൻ്റെ കൂട്ടായ്മയിലേക്ക്, ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പനെ തിരുവചനത്തിനകത്ത് കാണുവാനായി കഴിയും. പ്രിയരെ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ പെട്ട് ഒരു മാത്ര ദൈവത്തിൽ നിന്ന് തെറ്റിയകന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ പ്രതിസന്ധികൾക്കകത്ത് ഭാരപ്പെടുന്നവരാണെങ്കിലും ഉറപ്പാണ്, മടങ്ങി വരാൻ ഒരു തീരുമാനമെടുത്താൽ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന മഹാ ദൈവമാണ് നമ്മുടെ അപ്പൻ. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാനുണ്ടെങ്കിൽ, ഇളയ മകൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നതുപോലെ ആത്മീയ ആരാധനകളിലേക്ക്, ശുശ്രൂഷകളിലേക്ക്, ആത്മീയ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരപ്പനായി കൂടെയിരിക്കുന്ന ദൈവം, അതാ വാക്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ കളിമണ്ണാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവം പ്രവാചകനെ കളിമണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കുന്ന കുശവന്റെ വീട്ടിലേക്ക് അയക്കുവാനിടയായി തീർന്നു. ഒരു വലിയ സത്യം പഠിപ്പിക്കാനാണ് പ്രവാചകനെ കുശവന്റെ അടുക്കലേക്ക് അയച്ചത്. പ്രവാചകൻ കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കളിമണ്ണെടുത്ത് കുശവൻ തനിക്ക് ബോധിച്ചതുപോലെ ചക്രത്തിൽ പാത്രങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഒരു പാത്രം കുശവന്റെ കയ്യിൽ തകർന്നു പോയി. കുശവൻ ചിന്തിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ ഒന്ന് രൂപഭംഗി വന്നില്ല, അതിനെ മെനഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കളിമണ്ണിനെ എറിഞ്ഞു കളയാതെ, അതിനെ മാറ്റിയിടാതെ, വേണ്ടെന്ന് വയ്ക്കാതെ കുശവൻ പിന്നെയും ആ കളിമണ്ണിൽ ഒരു പണി നടത്തുവാനിടയായി തീർന്നു.
മനോഹരമായ മറ്റൊരു പാത്രമാക്കി മാറ്റി. ഇവിടെ പ്രവാചകൻ പറയുന്നു, ഞങ്ങൾ കളിമണ്ണാണ്. നാം കളിമണ്ണാണെങ്കിൽ പണിയുന്ന ഒരു കുശവനാണ് നമ്മുടെ ദൈവം. പ്രിയരെ, എന്താ ഈ കുശവന്റെ പ്രത്യേകത? മുറിവേറ്റതിനെ, ചതഞ്ഞതിനെ, ഉടഞ്ഞു പോയതിനെ കൂട്ടത്തിൽ കൂട്ടാതെ തള്ളിക്കളയുന്ന ഒരു കുശവനല്ല. തകർന്നു പോയതിനെ പണിയുന്ന കുശവനെ പ്രവാചകൻ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തകർച്ചകൾ അനുഭവിച്ച് അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ പോലും കഴിയാതെ നിരാശയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ മറന്നു പോകരുത്, നമ്മൾ കളിമണ്ണാണ്. പണിയുവാൻ, മെനയുവാൻ കഴിയുന്ന ഒരു കുശവന്റെ കയ്യിലാണ് നാമെന്ന് നാം തിരിച്ചറിയണം. അടുത്ത പദം ആ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. പ്രിയരെ, കേടുപാടുകളെ തീർക്കാൻ പറ്റുന്നവൻ ദൈവം നമ്മളെ മെനയുന്നവനാണ്. നമുക്കറിയാം, കുരുടനെ, ചെകിടനെ, കുഷ്ഠരോഗിയെ, രക്തസ്രാവക്കാരത്തിയെ, ഇവരെല്ലാം തകർന്നു പോയ പാത്രങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ എന്നാണോ കുശവന്റെ കാൽച്ചുവട്ടിലേക്ക് വരെത്തിയത്, കുശവന്റെ കരങ്ങളിലേക്ക് ഇവരെത്തപ്പെട്ടത്, അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധിയും പേറിക്കൊണ്ട് മടങ്ങിപ്പോകേണ്ടി വന്നില്ല. അവരുടെ ചരിത്രം മാറുവാനിടയായി തീർന്നു. കുശവൻ അവരെ മെനയുവാനിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിലും ഒരു മെനയൽ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, ഇത് കുടുംബജീവിതത്തിലോ കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായ വിഷയങ്ങൾക്കകത്തോ ഭൂമിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് പരാജയപ്പെട്ട വിഷയങ്ങളാണെങ്കിലും മെനയുവാൻ കരുത്തുള്ള ഒരു കുശവൻ നമുക്കുണ്ട്. നമ്മൾ അവൻ്റെ കയ്യിലെ കളിമണ്ണാണ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പുതിയ മാസത്തിന്റെ ആരംഭ മണിക്കൂറുകളിൽ കുശവൻ കളിമണ്ണിന് മെനഞ്ഞ് പുതിയ ഒരു രൂപം കൊടുത്തതുപോലെ തകർന്നിരിക്കുന്ന ചിലരുടെ ജീവിതങ്ങളിൽ വലിയ ദൈവപ്രവൃത്തിയെ ദൈവം അയക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ. ഉറപ്പായും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? മെനയുക എന്ന് പറഞ്ഞാൽ രൂപം വരുത്തുക എന്നതിനർത്ഥമുണ്ട്. യോഗ്യമാക്കി തീർക്കുക, ഭംഗിയുള്ളതാക്കി തീർക്കുക എന്നൊക്കെ ഈ മെനയുക എന്ന് പറയുന്ന പദത്തിനർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ആർക്കും കൂട്ടിച്ചേർക്കുവാൻ കഴിയാത്തതുപോലെ തരിപ്പണമായി പോയൊരു ജീവിതത്തിന്റെ ഉടമസ്ഥരാണ് നിങ്ങളെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് നമ്മൾ കേട്ടത്. ഒന്ന്, ദൈവം നമ്മുടെ പിതാവാണ്. ഒരപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു മഹാദൈവം. അകന്നു പോയിട്ടും ഇരു കരങ്ങളും നീട്ടി സ്നേഹത്തോടെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ഒരു അപ്പൻ. ആ വീട് മുഴുവനും ആഘോഷമാക്കി തീർക്കത്തക്ക നിലയിൽ ആ വീട് മുഴുവനും മടങ്ങി വന്നവനെ ചൊല്ലി സന്തോഷിക്കുന്ന അപ്പന്റെ ഹൃദയത്തിന്റെ സ്നേഹം. പ്രിയരെ, അതൊക്കെ ആവോളം അനുഭവിക്കുവാൻ പുതിയ നിയമത്തിനകത്ത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം, ഭൂലോകം മുഴുവനും ഇളകി വന്നാലും നമുക്കൊരപ്പനുണ്ട് എന്നുള്ള സത്യം. രണ്ടാമത്തെ കാര്യം, മെനയുന്ന ഒരു കുശവനാണ് നമ്മുടെ ദൈവം. നമ്മൾ കളിമണ്ണും. കുശവന് മണ്ണിന്റെ മീതെ അധികാരമുള്ളതുപോലെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും തൊടുവാൻ അധികാരമുള്ളൊരു കർത്താവിനെയാണ്
നാം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. ഏതെല്ലാം നിലകളിൽ ഉടയപ്പെട്ടവരാണെങ്കിലും പണിയുന്ന കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടും. ഇന്ന് പ്രഭാതത്തിൽ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പുതിയ മാസത്തിന്റെ ആരംഭ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കുവാൻ കരുത്തുള്ളൊരപ്പൻ ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. പണിയുവാൻ കഴിയുന്ന ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണാക്കി ഞങ്ങളെ വച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ മാസം മുഴുവനും ദൈവകൃപയുടെ ദൈവശക്തിയുടെ വ്യാപാരം അനുഭവിക്കുവാൻ സഹായിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.